അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടാവും, പക്ഷേ ഇതൊന്നും ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്. അതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ വന്നക്കുന്നത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്തായാലും 3 കാര്യങ്ങൾ നമ്മൾ എന്തായാലും നോക്കണം. 1 എഫക്റ്റീവ്നെസ്, 2 ഫോക്കസ്, 3 ക്വാളിറ്റി. 1 എന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങൾക്ക് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ചെയ്യണം കാര്യങ്ങൾ. അത് എന്തിലാണെങ്കിലോട്ടാ. ഓക്കെ, എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തിൽ കൂടുതൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കാൻ വിചാരിക്കുക, പഠിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് സമയത്തിൽ കൂടുതൽ പഠിക്കണം. അത് മാത്രം പോരാ, അപ്പോഴാണ് രണ്ടാമത്തെ പോയിന്റ് വരുന്നത് ഫോക്കസ് പ്ലസ് ക്വാളിറ്റി. ഫോക്കസ് മീൻസ് നിങ്ങൾ ആ സമയം പഠിക്കുമ്പോൾ, ഇപ്പോൾ കുറഞ്ഞ സമയം പഠിക്കണമെങ്കിൽ ഈ എഫക്റ്റീവ്നെസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് എന്തായാലും അനിവാര്യമാണ്. നിങ്ങൾ നല്ല കോൺസെൻട്രേഷനോടുകൂടി ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റിയെങ്കിലാണ് അത് നിങ്ങൾക്ക് ഫോക്കസോടുകൂടി പഠിക്കാൻ പറ്റുള്ളൂ. 3 ക്വാളിറ്റിയാണ്. ക്വാളിറ്റി പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നത് ശരിക്കും പഠിക്കേണ്ടത് തന്നെ ആയിരിക്കണം. ഈ എക്സാമ്പിൾ പറയുമ്പോട്ടാ, നിങ്ങൾ എന്തായാലും പഠിക്കാലും നിങ്ങൾ പഠിക്കുന്നത്, അതായത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസിലത്തെ ക്വസ്റ്റ്യൻസാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഇതിൽ വരുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എന്തായാലും പഠിക്കേണ്ട കാര്യങ്ങളായിരിക്കണം പഠിക്കേണ്ടത്. അതാണ് ക്വാളിറ്റി. അല്ലാതെ നിങ്ങൾ കുറേ ക്വാണ്ടിറ്റി പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കുന്നത് എക്സാം പേപ്പറിൽ വരണ പോലത്തെ ചോദ്യങ്ങളായിരിക്കണം. നമ്മൾ ഈ സ്റ്റഡിയിലത്തെ എക്സാമ്പിളാണ് ഇപ്പോൾ പറയണത് ഫുള്ളായിട്ട്. സെഗ്മെൻറ്റ് 2 സെറ്റിംഗ് പ്രയോറിറ്റീസ്. നമ്മൾ എന്ത് കാര്യങ്ങളിലും പ്രയോറിറ്റി വെച്ചിട്ടാവും നമ്മൾ നോക്കേണ്ടാവുക. എൻ്റെ NSS ക്യാമ്പിൽ, ഞാൻ NSS ലീഡറാണ് മുന്നത്തെ സ്കൂളിൽ 2 വർഷം +1 +2. അപ്പോൾ അതിൽ +1 ഞങ്ങൾക്ക് ക്യാമ്പ് ഉണ്ടാവും. എല്ലാ NSS പിള്ളേർക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ബിജീഷ് എന്ന് പറഞ്ഞൊരു മാഷുണ്ട് ഞങ്ങൾക്ക്, NSSൻ്റെ ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസറായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ അന്നാളൊരു ദിവസം കുറച്ച് ലേറ്റായി രാവിലെ വരാൻ. NSS ക്യാമ്പ് വൈബാണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റായി. അതായത് രാവിലെ 5:30 6:30 ഒരു അസംബ്ലി ഉണ്ട്, അതിൻ്റെ യോഗയുണ്ട്, അങ്ങനത്തെ ഷെഡ്യൂൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം എടുത്തു. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വരാതെ വരുന്നത്? അപ്പോൾ ഞങ്ങൾ കുറേ എക്സ്ക്യൂസസ് പറഞ്ഞു തുടങ്ങി. ഇവിടെ നോ എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് എന്താ വെച്ചാൽ, മാഷി പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യണത് അതൊക്കെ പ്രയോറിറ്റീസ് ആവും. നിങ്ങൾ ആ സമയം കുളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രയോറിറ്റി അല്ല എന്നർത്ഥം, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇത് NSS ക്യാമ്പ് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ എത്തിയിരിക്കും എന്നാണ് പറഞ്ഞത്. അത് വേറെ ഒന്നും നോക്കില്ല എന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല മരണ കേസ് അങ്ങനെ വല്ലതും ഉണ്ടാവും, അതാണ് നിങ്ങൾ എത്താതിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അതാവും പ്രയോറിറ്റി. നിങ്ങൾക്ക് ഈ പ്രയോറിറ്റിയുടെ കാര്യം കുറച്ചൊരു ഒന്ന് ഉഷാറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെക്നിക്ക് ഉണ്ട്, കോൾഡ് ഐസൻഹോവർ ടെക്നിക്ക്. ഐസൻഹോവർ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു കള്ളി നിങ്ങൾ ഒന്ന് സങ്കല്പിക്കുക. അതിൽ ഫസ്റ്റത്തെ കള്ളിയിൽ അർജൻറ്റും അതുപോലെ ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. രണ്ടാമത്തെ കള്ളിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അർജൻ്റ് അല്ല, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക. മൂന്നാമത്തെ കള്ളിയിൽ അർജൻ്റ് ആണ് എന്നാൽ ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. നാലാമത്തെ കളിയിൽ അർജൻറ്റും അല്ല ഇമ്പോർട്ടൻറ്റും അല്ല, അങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ എഴുതി വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഇത് മനസ്സിലാകും ഇതിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. നിങ്ങൾക്ക് നാലാമത്തെ കളി അങ്ങനെ തന്നെ ഒഴിവാക്കാം. ഒന്നാമത്തെ കളി എന്തായാലും ആദ്യം തന്നെ ചെയ്യണം. രണ്ടാമത്തെയും മൂന്നാമത്തെയും കളിയെ മാത്രം നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ചെയ്യണോ വേണ്ട എന്നുള്ള ഇത് നോക്കിയിട്ട് ചെയ്താൽ മതി. സെഗ്മെൻറ്റ് 3 പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിങ്. പ്ലാനിങ്ങിൻ്റെയും ഷെഡ്യൂളിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ കലണ്ടർ ബേസ്ഡ് ആയിട്ട് നമ്മുടെ ഓരോ ഡേ നമ്മൾ കൊണ്ടുപോകണം. അതായത് നമ്മുടെ കലണ്ടറിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വേണ്ട ഇവൻറ്റ്സ് അവിടെ പുട്ട് ചെയ്യാം. ഒരിക്കലും ഞാൻ പറയുന്നത് കറക്റ്റ് നിങ്ങൾ റോബോട്ടിൻ്റെ പോലെ ആ കലണ്ടറിൽ പറയുന്നത് തന്നെ ചെയ്യണം എന്നല്ല. ആ കലണ്ടറിൽ എന്താണോ പറയണേ അത് ഓരോ നിങ്ങൾക്കൊരു ഇത് കിട്ടും. ഇപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്, ഈ ടൈം നിങ്ങൾക്ക് ഇതാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ള ടൈം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ശരിക്കുള്ള ഗോൾ എന്താ വെച്ചാൽ, ഒരു 21 ദിവസം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ഇത് റുട്ടീനായിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് വേറെ ചേഞ്ച് വരുമ്പോഴാണ് ഇത് മാറ്റേണ്ടി വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഗോൾ എന്താ വെച്ചാൽ ഇത് ലാസ്റ്റ് യൂസ് ചെയ്യാതിരിക്കാനാണ്. എന്തായാലും എല്ലാ ദിവസവും രാവിലെ ഞാൻ അത് ചെയ്യുന്നതാണ്. ഇപ്പോൾ അത് ചെയ്യാൻ വേണ്ട ആവശ്യമില്ല, കാരണം അത് റുട്ടീനായി മാറി എൻ്റെ. ഇനി വല്ല ചേഞ്ച് വരുമ്പോൾ ഞാൻ വീണ്ടും ഈ കലണ്ടർ സിസ്റ്റം ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് ഞാൻ അപ്പോൾ പരിചയപ്പെടുത്താം. ഇതെൻ്റെ കലണ്ടർ ആപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസമാണ് ഇപ്പോൾ ഞാനിവിടെ ഇട്ടേക്കണം. അതായത് 9 മണി തൊട്ടിട്ട് 2 മണി വരെ ഒരു ബ്ലോക്ക് ഉണ്ട്, അത് LDCയുടെ ബ്ലോക്കാണ്. അതായത് ഞാൻ PSCക്ക് പോകുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഉണ്ട്. പിന്നെ 2 മണി തൊട്ടിട്ട് മ്യൂസിക് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ പഠിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഉണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും റെസ്റ്റ് ആവശ്യമാണ്, അപ്പോൾ അതിന് വേണ്ടി ഒരു നാപ്പ് ഉണ്ട്, സ്ലീപ്പ് നാപ്പ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. ഈ വൈറ്റി സ്ക്രിപ്റ്റ് അടുത്ത വീഡിയോയിലേക്കുള്ള സ്ക്രിപ്റ്റ് ചെയ്തുള്ള ടൈം, പിന്നെ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചിട്ട് കുറച്ച് നേരം പഠിക്കുക, അത് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെ ഓരോ ബ്ലോക്കുകളുണ്ട്. നിങ്ങൾക്കിത് മാറ്റണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ കലണ്ടറിൽ ഏതായാലും മതി. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കലണ്ടർ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതിങ്ങനെ നിങ്ങൾ ഫില്ല് ചെയ്താൽ, നിങ്ങൾ ടൈം ബ്ലോക്ക് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് എവിടെയാണ് ടൈം കിട്ടണമെന്ന് ആലോചിക്കാൻ പറ്റും. ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അടുത്ത് ചോദിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെയിനായിട്ട് ഗോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ള ടൈം ഉണ്ട് എന്നുള്ളത് അറിയാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കലണ്ടർ. ഇത് എങ്ങനെയാണ് നിങ്ങൾ കലണ്ടർ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണിത്. സെഗ്മെൻറ്റ് 4, അവോയ്ഡിങ് പ്രോക്രാസ്റ്റിനേഷൻ. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടിരിക്കണം. ഈ ഫോക്കസ്, എഫക്റ്റീവ്നെസ്, ക്വാളിറ്റി, ഈ 3 ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റീവായിട്ടിരിക്കും എപ്പോൾ നോക്കിയാലും. ഓക്കെ, അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഡിസിപ്ലിൻ ഒന്നല്ല, അത് പഠിപ്പിച്ചത് ഒരാളാണ്. അതായത് ഡോക്ടർ ഇൻ എൻ്റർപ്രണർ. 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്ത് വേറെ കുറേ ആൾക്കാരെ അറിയാം. മജീഷ്യനാണ് ആൾ, ഗിറ്റാർ വായിക്കുക ആൾ, കുറേ ചെയ്യും. അതുപോലത്തെ ഒരാളുണ്ട്, അലി അബ്ദാൽ എന്ന പേര്. ഇപ്പോൾ അലി അബ്ദാളുടെ പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, ഫീൽ ഗുഡ് പ്രൊഡക്ടിവിറ്റി ബൈ അലി അബ്ദാൽ. ഇതാണ് നമ്മുടെ ശരിക്കുള്ള ബുക്ക്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഹൗ ടു ഡു മോർ ഓഫ് വാട്ട് മാറ്റേഴ്സ് ടു യു. അതായത് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ ഈ അലി അബ്ദാളുടെ പ്രൊഡക്ടിവിറ്റിയാണ്. വേറെ ഒന്നുമില്ല, കാരണം എന്താ വെച്ചാൽ ഇവൻ പറയുന്നത് പ്രൊഡക്ടിവിറ്റിയുടെ നമ്മുടെ ശരിക്കുള്ള സക്സസ് എന്ന് പറഞ്ഞാൽ ജോയാണ്. ഞാൻ ഒരു ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് സ്പോൺസർഷിപ്പ് ഒന്നല്ല കേട്ടോ ഈ വീഡിയോയിൽ. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം മാനേജ്മെൻറ്റ് ആപ്പാണ്. അതായത് 25 മിനിറ്റ് നിങ്ങൾ ടൈമർ വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തേക്കണ കുറേ സയൻറ്റിസ്റ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോറസ്റ്റ് ആപ്പ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇതാണ് ഫോറസ്റ്റ് ആപ്പ് കേട്ടോ. സ്റ്റേ ഫോക്കസ്ഡ്, ബി പ്രസൻറ്റ്. ഇതിൽ ഗെയിമിഫൈഡ് ആണ് ഫുള്ള്. നിങ്ങൾക്ക് കുറേ കോയിൻസ് കിട്ടും നമ്മുടെ ഓരോ ചെടികളും ഇതൊക്കെ നടുമ്പോൾ. വേറെ ഒന്നുമില്ല, 25 മിനിറ്റ് നമ്മളൊരു ടൈമർ വയ്ക്കും, അതിന് 5 മിനിറ്റ് നമ്മുടെ ബ്രേക്ക്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള നിങ്ങൾ ഈ ദിവസം ചെയ്ത കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ എത്ര ചെടികൾ നട്ടില്ല, ഇന്നൊന്നും നട്ടിട്ടില്ല. അപ്പോൾ ഇയറിലൊക്കെ നമുക്ക് കുറേ കാണാൻ പറ്റും. സെഗ്മെൻറ്റ് 5, എലിമിനേറ്റിംഗ് ഡിസ്ട്രാക്ഷൻസ്. നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷനൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും, പഠിക്കുകയാണെങ്കിലും യോഗ ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷനൊന്നും ഇല്ലാതെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം വേണ്ട, മൈൻഡ്ഫുൾനെസ്. അത് എളുപ്പം നമ്മുടെ ഈ ആപ്പ് കയറ്റിയിട്ടൊന്നും കിട്ടില്ല. ചിലത് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ആപ്പുകളുണ്ട്. മൈൻഡ്ഫുൾനെസ് വേണമെങ്കിൽ മെഡിറ്റേഷൻ തന്നെ ചെയ്യണം. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതൊരു ടൈം ലൈൻ പോലെ കാണാൻ പറ്റും. ആ ഓരോ ടൈം ലൈനിൽ നമുക്കിങ്ങനെ ഓരോ കാര്യം നടക്കുക നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുക്കണോ എടുക്കണ്ടെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഫോണിലിപ്പോൾ ഫുള്ള് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിട്ടിട്ടേക്കണേ. വേറെ ഒന്നുമില്ല, നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്ത് വർക്കിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണേ അതിൽ തന്നെ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യാതെ അതിൽ തന്നെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓഫ് ചെയ്തിടുക. നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓണാക്കിയിടാം. സെഗ്മെൻറ്റ് 6, യൂട്ടിലൈസിങ് ടൂൾസ് ആൻഡ് ആപ്സ്. ഞാൻ കുറച്ച് ആപ്പുകൾ പറഞ്ഞുതരാം എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയത്. ഇപ്പോൾ പറഞ്ഞു ഫോറസ്റ്റ് പറഞ്ഞു, അതുപോലെ കലണ്ടർ പറഞ്ഞു, പിന്നെ ഉള്ളത് ചാറ്റ് ജി പി ടി കൊണ്ട് നിങ്ങൾക്ക് കുറേ യൂസ് ഉണ്ട് കേട്ടോ, പറയാണ്ട അധികം ഉണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്ത് തന്നെ എൻ്റെ വീഡിയോ ഇപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. ആ സ്ക്രിപ്റ്റ് ചോദിച്ചിരിക്കുന്നതൊക്കെ ചാറ്റ് ജി പി ടിയോടാണ്. അതായത് അതുവരെയായി നമ്മളോട് എന്താ സംസാരിക്കും. പിന്നെയുള്ളത് ടെൽ മീ ദ ടൈം, പിന്നെ നോട്ട്സ്. ടെൽ മീ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും ഇങ്ങനെ ടൈം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വേറെ ഒന്നുമില്ല, നമുക്ക് കറക്റ്റായിട്ട് ഇതെത്ര ടൈം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പറയുമ്പോൾ എന്താ നമുക്കൊരു അറ്റൻഷൻ ഉണ്ടാവും, അയ്യോ നമ്മുടെ ടൈം പോകണം, അങ്ങനെ ഒരു ഇതുണ്ടാവും. അതുകൊണ്ടാണ് ടെൽ മീ ദ ക്ലോക്ക്. അത് അടിപൊളി ആപ്പായിട്ട് തോന്നിയത്. പിന്നെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും പോകുമ്പോഴൊക്കെ നമുക്കൊരു സെക്കൻഡ് ബ്രെയിൻ വേണമെന്ന് സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഉള്ള പ്രൊഡക്ടിവിറ്റിയുടെ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ കുളിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സോപ്പിൻ്റെ സൂപ്നെസ്സും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ നല്ല കുളിർമയും അതൊക്കെ കയറുമ്പോൾ നമുക്ക് കുറേ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് അവിടെ തന്നെ വരും. വേറെല്ല, നമ്മൾ വെറുതെ അങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ ക്രിയേറ്റീവ് ഐഡിയ വരും. അത് നിങ്ങൾക്ക് എഴുതണം, അപ്പം തന്നെ എഴുതണം, അല്ലെങ്കിൽ അത് എന്തായാലും മറന്നു പോകും. അപ്പോൾ നിങ്ങൾ അപ്പം തന്നെ എഴുതി എന്താ ചെയ്യുക വെച്ചാൽ ആ ക്രിയേറ്റീവായിട്ട് അത് തന്നെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ നോട്ട് ഉപയോഗിക്കാറ്, നോട്ട്സ് ആപ്പ്. സെഗ്മെൻറ്റ് 7, ടേക്കിംഗ് ബ്രേക്സ് ആൻഡ് സെൽഫ് കെയർ. നിങ്ങളിതൊക്കെ ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക്
ഫുള്ള് നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഇനി ബാക്കി നിൽക്കുക ഒരു പ്രശ്നമാണ് ബേൺ ഔട്ട്. അതായത് നിങ്ങൾ ഈ കാര്യങ്ങൾ ഫുള്ള് ഇങ്ങനെ ടൈം ഷെഡ്യൂളായിട്ട് ചെയ്താൽ എനിക്കാദ്യം ചെയ്യുന്ന പ്രശ്നമായിരുന്നു. അപ്പോൾ നിങ്ങൾ ബേൺ ഔട്ട് എന്നുകൊണ്ട് വേറൊരു ഇതിലേക്കാണ് പോവുക. അതിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ടേക്ക് ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു 5 മിനിറ്റ്, അതാണ് പോമഡോറോ ടെക്നിക്കലായാലും പറയണത്. 25 മിനിറ്റിൻ്റെ നമ്മുടെ ടൈം പറഞ്ഞാൽ 5 മിനിറ്റിൻ്റെ ബ്രേക്ക് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ക്വോട്ട് ഉണ്ട്, ഞാൻ ഒന്ന് പറയാം. എനർജി സേവ്ഡ് ഈസ് ഈക്വൽ ടു എനർജി പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ അതാണ് ബ്രേക്കിൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്സ്. അതായത് നമ്മൾ ഈ പ്രൊഡക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ കറക്റ്റ് ഇങ്ങനെ തന്നെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെങ്കിലും ഒരാൾ വന്നിട്ട് പറയാണ്, എടാ നമുക്ക് കല്യാണം ഉണ്ട്, നമ്മളെ കൂട്ടുകാരന്മാരെന്ന് പറയാണ്, എടാ നമുക്ക് ഇന്ന് കല്യാണം ഉണ്ട്, അപ്പം അങ്ങോട്ട് പോകണ്ട നമുക്ക്. അപ്പോൾ ഞാൻ പറയാം, ഏയ് വേണ്ട, ഞാൻ ഇന്ന് ഇതാ ചെയ്യണേ, എനിക്ക് കറക്റ്റ് ഞാൻ ഷെഡ്യൂളായിട്ടാണ് അടിക്കണേ, നിനക്ക് എൻ്റെ ടൈം ചോദിക്കാനുള്ള അവകാശമില്ല. പിന്നെ പറയാൻ നമ്മൾ ആരുമില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിൽ ഏറ്റവും പ്രയോറിറ്റി ഒന്ന് കൊടുക്കുന്നത് റിലേഷൻഷിപ്പിനാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഫ്യൂണറലിൽ, അതായത് നമ്മുടെ ഫ്യൂണറലിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഓർത്ത് കരയാര നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള വല്ലവരാവും. അതാവും. പിന്നെ നമ്മുടെ ലെഗസി ഇടെന്താ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ആഫ്റ്റർ ലൈഫിൽ നമുക്ക് എന്താണ് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ മോറലോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും പ്രയോറിറ്റി ഇതിനായിട്ട് കൂടുതൽ കൊടുക്കണം. സെഗ്മെൻറ്റ് 8, റിഫ്ലക്റ്റിംഗ് ആൻഡ് അഡ്ജസ്റ്റിംഗ്. നമുക്കറിയാം ഒരാളും പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിലും ഇന്ന് എനിക്ക് ടൈം മാനേജ്മെൻറ്റിൽ വല്ല പ്രശ്നങ്ങൾ വരികയാണെങ്കിലും ഞാനത് രാത്രി ഇരുന്നിട്ട് ഒരു ജേണലുണ്ട്. ജേണൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ ഡേനെ റിഫ്ലക്റ്റ് ചെയ്യുക. അതാണ് റിഫ്ലക്റ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡേയിൽ എന്തൊക്കെയാണ് തെറ്റുകൾ പറ്റിയത് അതൊക്കെ ഒന്നും പറയുക. ആ ഡേയിൽ പറ്റിയ തെറ്റുകൾ നിങ്ങൾ അത് അടുത്ത ഡേ വരുമ്പോൾ നിങ്ങൾ അത് തിരുത്തിണ്ടാവും. അങ്ങനെ ഓരോ പെർസെൻറ്റേജ് നിങ്ങൾ ഓരോ ദിവസം കൂടുമ്പോൾ നിങ്ങൾ ഒരു വർഷം 365% കൂടും. അപ്പോൾ ഈ ചാനലിപ്പോൾ ആദ്യം മലയാളം ആയിരുന്നില്ല ഇതിൻ്റെ ശരിക്കുള്ള ലാംഗ്വേജ്, അപ്പോൾ ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ ഇന്നൊട്ട് നമ്മൾ ഫുൾ വീഡിയോസ് മലയാളക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആൾക്കാർക്ക് നമ്മൾ ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ഇംഗ്ലീഷുകാർക്കൊക്കെ ഷെയർ ചെയ്ത് എന്താ കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.